നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. പത്രോസ് ശാസിക്കപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നൊക്കെ പത്രോസിനോട് പറഞ്ഞ വാക്കുകളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പത്രോസിനാണ് സഭയുടെ പരമാധ്യക്ഷ സ്ഥാനം. പിന്നീട് പത്രോസ് കൈവച്ച് ആക്കുന്ന ആളുകൾക്കാണ് പരമ്പരാഗതമായിട്ട് പൗരോഹിത്യത്തിന്റെ അവകാശം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ പത്രോസിന് ഉണ്ടായിരുന്നത് പോലെയുള്ള അതേ വിശ്വാസം മറ്റ് 11 ശിഷ്യന്മാർക്കും, യൂദയെ നമുക്ക് ഒഴിവാക്കാം, പകരം പിന്നീട് പൗലൂസാണ് രംഗത്ത് വന്നത്. അങ്ങനെ പൗലൂസ് ഉൾപ്പെടെ 11 അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്നു. പത്രോസ് മാത്രമേ ഏറ്റുപറഞ്ഞുള്ളൂ എന്ന് മാത്രം. പത്രോസ് എന്തിനും തിടുക്കത്തിൽ ഏറ്റുപറയുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന, പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരു ടെമ്പർമെന്റാണ് പത്രോസിനുണ്ടായിരുന്നത്. അതിന് ഉത്തമമായ തെളിവാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. യേശു പറഞ്ഞു, യെരൂശലേമിൽ ഞാൻ എത്തും, അവിടെ എന്നെ അവർ കൊല്ലും. അപ്പോൾ പത്രോസ് പറയുകയാണ്, നിനക്കങ്ങനെ ഭവിക്കരുത്, നീ മരിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞതാ, സാത്താനെ എന്നെ വിട്ടുപോകും. പത്രോസിനെ മാത്രമാണ് യേശു സാത്താനെ എന്ന് വിളിച്ചത്. ശിഷ്യന്മാരിൽ യൂദയിൽ സാത്താൻ കടന്നു, അവൻ ഒരു പിശാചായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാത്താനെ എന്ന് പത്രോസിനെയാണ് കർത്താവ് വിളിച്ചത്. പത്രോസാണ് സഭയുടെ പരമാധികാരി, പത്രോസാണ് ഭൂമിയിലെ സഭയുടെ നേതാവ്, പത്രോസിന്റെ കീഴിലാണ് സകല രാജ്യത്തെയും സഭകൾ നിൽക്കേണ്ടത്, പത്രോസിന്റെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ വാക്യം കൂടെ ഒന്ന് വായിക്കണം. പത്രോസിനെ യേശു സാത്താനെ എന്നാണ് വിളിച്ചത്. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? പത്രോസ് ചാടിക്കേറി നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ചീത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതേ പത്രോസിനെ പൗലൂസ് ശാസിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പത്രോസ് ജാതികളുടെ അടുക്കൽ ചെന്നപ്പോൾ അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു, പുറജാതികളുടെ ഭക്ഷണം കഴിച്ചു. പിന്നീട് യെരൂശലേമിൽ നിന്നൊക്കെ വേറെ ആളുകൾ അവിടെ ചെന്നപ്പോൾ പത്രോസ് കഴിക്കാതെ കപടം കാണിച്ചു. അവർക്കെന്ത് തോന്നുന്നു എന്ന് വിചാരിച്ച അതിനെയാണ് പൗലൂസ് ശാസിച്ചത്. അപ്പോൾ പത്രോസ് പ്രമാദിത്വമുള്ള ആളാണ്, യാതൊരു തെറ്റും സംഭവിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. യേശു ശാസിച്ചിട്ടുണ്ട്, പൗലൂസും ശാസിച്ചിട്ടുണ്ട്. പൗലൂസ് ശാസിച്ച സ്ഥിതിക്ക് പത്രോസിനേക്കാൾ ഒരുപടി കൂടിയ ആളല്ലേ പൗലൂസ്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പൗലൂസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്താണ്? ഇതേക്കുറിച്ച് എഴുതുന്ന എല്ലാ ലേഖനങ്ങളിലും പൗലൂസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്താൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അത് തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നുവെന്നാണ്. അപ്പോൾ പൗലൂസ് എഴുതിയിട്ടുള്ളത് ദൈവവചനമാണ് എന്ന് പത്രോസ് സമ്മതിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, പത്രോസ് പല കാര്യത്തിലും ചാടിക്കേറിയ അഭിപ്രായം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് യേശുവിനെ കുറിച്ച്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു, നീ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞാൽ നീ പാറക്കഷ്ണമാകുന്നു, ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ നീ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്നു പാറമേൽ ഞാൻ എൻ്റെ സഭയെന്ന് പറഞ്ഞാൽ കൂട്ടമെന്നാണ്, ഞാനൊരു കൂട്ടത്തെ ഉണ്ടാക്കും. ആർക്കെല്ലാം ഈ വിശ്വാസമുണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് ഒരു കെട്ടിടമായിട്ട് അല്ലെങ്കിൽ ഒരു ഗോപുരമായിട്ട് മാറും.
അല്ലെങ്കിൽ അവര് എൻ്റെ മണവാട്ടിയായിട്ട് തീരും എന്നാണ് യേശു പറഞ്ഞത്. തുടർന്ന് യേശു പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെല്ലാം? യേശു ദൈവം അയച്ച രക്ഷിതാവാണ്, പുത്രൻ തമ്പുരാനാണ് എന്ന് വിശ്വാസമുണ്ടോ അവർക്കൊക്കെ സ്വർഗ്ഗരാജ്യത്തിന് താക്കോലുണ്ട്. അവരുടെ വാക്കുകളാലാണ് ആളുകൾ സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശികളാകുന്നത്. അവരുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അന്ത്യ നിയോഗത്തിൽ യേശു പറഞ്ഞത്, നിങ്ങൾ ലോകാവസാനം വരെ എൻ്റെ സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന് യേശു കൽപ്പിച്ചത്. അന്ന് തുടങ്ങി യേശു പറയാൻ തുടങ്ങി, ഞാൻ യെരൂശലേമിൽ പോകും, അവിടെ ആളുകൾ എന്നെ കൊല്ലും. മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. ഇത് വീട് പണിയുന്നവർ തള്ളിക്കളയുന്ന കാര്യവും തള്ളിക്കളയപ്പെട്ട കല്ല് മൂലക്കല്ലാകുന്ന കാര്യവുമാണ്. അതാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതിയത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ആ ജീവനുള്ള മൂലക്കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മൂലക്കല്ലാകാൻ അല്ലെങ്കിൽ ആണിക്കല്ലാകാൻ, ക്യാപ്സ്റ്റോൺ ആകാൻ പോവുകയാണ്. യേശു തള്ളിക്കളയപ്പെടാൻ പോകുന്നു. അതിനുശേഷം യേശു സഭയുടെ ആണിക്കല്ലാകാൻ പോവുകയാണ്. പക്ഷെ പത്രോസ് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഭവിക്കരുത്, നീ മരിക്കരുത്, നീ കൊല്ലപ്പെടരുത്. യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും തന്നെ കൊല്ലാൻ വരുന്ന ആളുകളെ ഒഴിഞ്ഞ് രക്ഷപ്പെടാനായിട്ട് കഴിയും. അങ്ങനെ രക്ഷപ്പെട്ട് നീ ദൈവരാജ്യം സ്ഥാപിക്കണം, യഹൂദന്മാർക്ക് രാജ്യതസ്ഥാനത്താക്കി കൊടുക്കണം. ഇതാണ് പത്രോസ് ഉദ്ദേശിച്ചത്. പക്ഷേ യേശു തന്റെ 1-ാം വരവിൽ അല്ല ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. 1-ാം വരവിൽ മനുഷ്യന് പാപമോചനത്തിനുള്ള വഴിയാണ് യേശു ഒരുക്കുന്നത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ യേശു എന്ന് പേർ വിളിക്കണമെന്നാണ് യോസേപ്പിനോട് പറഞ്ഞത്. അപ്പൊ യേശു തന്റെ 1-ാം വരവ് കൊണ്ട് ഉദ്ദേശിച്ചത് പാപമോചനത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ്. 2-ാം വരവിലാണ് ആളുകൾക്ക് ദൈവരാജ്യം നൽകുന്നത്. യെരൂശലേം ആസ്ഥാനമാക്കി ദൈവരാജ്യം യേശു സ്ഥാപിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ ശാപമൊക്കെ മാറ്റി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇഴജന്തുക്കളുടെയും മരങ്ങളുടെയും അതുപോലെ കാലാവസ്ഥയുടെയും എല്ലാം ശാപം മാറ്റി പഴയ ആ ഏദൻ തോട്ടത്തിന്റെ, അല്ലെങ്കിൽ ചെന്നായും കുഞ്ഞാടും പുള്ളിപ്പുലിയും സർപ്പവും മനുഷ്യ ശിശുവും ഒക്കെ ഒരുമിച്ച് കളിക്കുന്ന വിനോദിക്കുന്ന ആ ഒരു വ്യത്യാസം, ശാപമോക്ഷം, അനുഗ്രഹം ഈ ലോകത്തിന് തരുന്നത് 2-ാം വരവിനോടനുബന്ധിച്ചാണ്. അത് മനസ്സിലാക്കാൻ പത്രോസിന് കഴിഞ്ഞില്ല. പത്രോസ് വിചാരിച്ചത് ഇപ്പോഴാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പും ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ, നീ ഈ കാലത്തിലോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്തായി കൊടുക്കുന്നത്? അപ്പോൾ യേശുവിന്റെ മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന് അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. യെരൂശലേം തുടങ്ങി യെരൂശലേം ആസ്ഥാനമാക്കി ലോകത്തെമ്പാടുമുള്ള ആളുകളെ ചേർത്ത് ദൈവരാജ്യം സ്ഥാപിക്കുന്നത് ഇപ്പോഴാണോ എന്നാണ് ശിഷ്യന്മാരുടെ ചോദ്യം. എന്നാൽ യേശുവിന്റെ മറുപടി, യെരൂശലേമിൽ തുടങ്ങി നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സുവിശേഷം അറിയിക്കണം. അതാണ് ആദ്യം നടക്കേണ്ടത്. യേശു തന്റെ 1-ാം വരവിൽ രക്ഷാമാർഗം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലോകത്തെ അറിയിക്കണം. 2-ാം വരവിലാണ് യേശു ദൈവരാജ്യം സ്ഥാപിക്കുന്നതും ശാപം നീക്കാൻ ഇടയായിത്തീരുന്നതും. ഇവിടെ നിനക്കങ്ങനെ ഭവിക്കരുത്, മരിക്കരുത് എന്ന് പറഞ്ഞ് യേശുവിനെ ശാസിച്ച പത്രോസിനെ തിരിച്ച് ശാസിച്ചുകൊണ്ട്, സാത്താനെ എൻ്റെ പുറകിൽ എന്നാണ് ഇംഗ്ലീഷിൽ, എന്നെ വിട്ടുപോ എന്നല്ല, എൻ്റെ പുറകിൽ പോവുക, നീ മുമ്പിൽ നിന്ന് എന്നെ ഉപദേശിക്കേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര ചിന്തിക്കുന്നത്. അപ്പോ ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മറ്റു മനുഷ്യരൊക്കെ യേശു ഇപ്പൊ ദൈവരാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നത് പോലെ നീയും ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, ദൈവത്തിന്റെ ആ പദ്ധതി എന്താണെന്നുള്ളത് നീ തിരിച്ചറിയണം എന്ന് പത്രോസിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ഇവിടെ വന്നത് നമുക്ക് വേണ്ടി നമ്മുടെ നരകം അനുഭവിച്ച് മരിച്ച് അല്ലെങ്കിൽ യാഗമായി രക്ഷാമാർഗം ഒരുക്കാനാണ്. അതിനായിട്ട് യേശു കൊതിക്കുകയായിരുന്നു. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ യേശുവിന് സന്തോഷമായി. അന്ന് തുടങ്ങി യേശു പറയുകയാണ്, ഞാൻ യെരൂശലേമിൽ ചെല്ലുകയും
കൊല്ലപ്പെടുകയും ചെയ്യും. എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ സഭയുടെ മൂലക്കല്ലായി മാറും എന്ന് യേശു പറയുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമുക്കും യേശുവിന്റെ മഹത്വം അറിയാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ദൈവപുത്രനാണ്, ദൈവത്തിന്റെ മെശിഹയാണ് എന്ന് മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായി. നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.